ആ പുനരധിവാസ ലിസ്റ്റിൽ ഞങ്ങൾ ഉൾപ്പെട്ട ആളുകളാണ്. വാസയോഗ്യമല്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കിട്ടിയതാണ്. ഞങ്ങളെ കഴുത്തിലുള്ള മഹർ വരെ വിറ്റിട്ടാണ് ഞങ്ങൾ ആ ഒരു സ്ഥലം മേടിച്ചിട്ടുള്ളത്. അപ്പോൾ 6 മാസമായിട്ട് വാടക തന്നെയാണ്. NIT വിദഗ്ധ സംഘം വന്ന് പരിശോധിച്ചു. എന്നിട്ട് ഇങ്ങനെ റിപ്പോർട്ട് എഴുതി, എന്ത് താമസയോഗ്യമല്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് എഴുതി. ആ റിപ്പോർട്ട് ഞങ്ങളെ കയ്യിലുണ്ട്. ഇവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴക്കാലമായാലും ഞങ്ങൾക്ക് പേടിയാണ്. ഇപ്രാവശ്യത്തെ പുനരധിവാസ ലിസ്റ്റിലെങ്കിലും ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം. ഞങ്ങളെ ചെയ്ത പോലെ ഇനി മുണ്ടക്കൈക്കാരെയും ചൂരൽമലക്കാരെയും ചെയ്യാൻ പാടില്ല. നമസ്കാരം. 2019 പുത്തുമല ഉരുൾപൊട്ടൽ നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല. നമ്മളുടെ സർക്കാർ പറയുന്നത് 2019 ദുരിതം അനുഭവിച്ച പ്രളയബാധിതരായ എല്ലാ ആളുകളെയും പുനരധിവസിപ്പിച്ചു, എല്ലാവർക്കും എല്ലാ സഹായവും നൽകി എന്ന് പറയുമ്പോൾ അതിൽ ഇനിയും സഹായം കിട്ടാത്ത അർഹതപ്പെട്ട കുടുംബങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ നിൽക്കുന്നത് പുത്തുമലയിലാണ്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാൻ കഴിയും. പുത്തുമല 2019 ഉരുൾപൊട്ടിയതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വീഡിയോയിലേക്ക് നമ്മളുടെ പ്രിയപ്പെട്ട ബോച്ചിയെയും അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരെയും സംഘടനകളെയും ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം 5 വർഷമായിട്ടും ഗവൺമെന്റിൽ നിന്ന് വെറും 10,000 രൂപ മാത്രമാണ് ഈ പറയുന്ന കുടുംബങ്ങൾക്ക് സഹായമായി കിട്ടിയിട്ടുള്ളത്. എന്നിട്ടും അവർക്ക് ഇതുവരെയായിട്ട് വെറും 10,000 രൂപ മാത്രമാണ് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. അവർ തന്നെ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉൾപ്പെടെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അവർ ഇപ്പം താമസിക്കുന്ന വീട്, അവർ ഇപ്പോഴും ആ സ്ഥലത്തിന് നികുതി അടച്ചുകൊണ്ടിരിക്കുന്നത്, അവർ ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുള്ള രേഖകൾ, അവരുടെ വീട് താമസയോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നമ്മൾ ഇതിലൂടെ ജനങ്ങൾക്ക് മുൻപിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, ഈ വീഡിയോ കഴിയുമെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കേണ്ട ആളുകളിൽ നിങ്ങൾ എത്തിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും അവരുടെ വീട്ടിൽ പോയിട്ട് അവരോട് തന്നെ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം എന്ന് മാത്രം പറയാനുള്ളത്. അപ്പൊ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാം. 2019 പുത്തുമല ദുരന്തത്തിൽ ഇനിയും സഹായം കിട്ടാത്ത ആളുകളുടെ അടുത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം. പേര് എന്താണ്? എൻ്റെ പേര് ഫൗസിയ. ഞാൻ പുത്തുമലയാണ് ഇപ്പോഴും താമസിക്കുന്നത്. 2019 പുത്തുമല ദുരന്തത്തിൽ പെട്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട കുടുംബങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 വർഷത്തോളം വാടകയ്ക്കായിരുന്നു നിന്നിരുന്നത്. അന്നത്തെ പുനരധിവാസ ലിസ്റ്റിൽ ഞങ്ങൾ ഉൾപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് ആ ലിസ്റ്റ് പുറത്ത് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയണത് ആ ലിസ്റ്റിൽ നിന്ന് 2 വീട് മാത്രം മാറ്റി നിർത്തിയിരിക്കണമെന്നുള്ളത്. അങ്ങനെ അത് എന്താ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കളക്ട്രേറ്റിൽ ഒരുപാട് പ്രാവശ്യം പോയതാണ്. അപ്പോൾ ഒരു പറഞ്ഞത് വീട് ഒന്നും കൂടി പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ പരിശോധന കഴിഞ്ഞിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞു. അങ്ങനെ 5 വർഷമായിട്ട് ഞങ്ങൾ പുത്തുമല തന്നെയാണ് താമസിക്കുന്നത്. പരിശോധന കഴിഞ്ഞിട്ട് വീട് വാസയോഗ്യമല്ല എന്ന് റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. അത് ഗവൺമെന്റ് തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, വാസയോഗ്യമല്ല എന്ന് പറഞ്ഞിട്ട്. അത് എത്ര വർഷം മുൻപാണ് കിട്ടിയിട്ടുള്ളത്? അത് 3 വർഷം മുന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇപ്പൊ കളക്ടറേറ്റ് ചെല്ലുമ്പോൾ എന്താണ് അവർ പറയുന്നത്? 2 ആഴ്ച മുന്നേ കളക്ടറേറ്റ് പോയിട്ട് അവിടെ ഈ റിപ്പോർട്ട് വെച്ചിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വാസയോഗ്യമല്ല എന്നുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നോക്കട്ടെ, ഇത് പഠിക്കട്ടെ, ഇതെന്താ ഇങ്ങനെ വരാൻ കാരണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല, അത് പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. ഈ ഗവൺമെന്റിന്റെ ആളുകൾ വന്നിട്ടല്ലേ പഠിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് NIT വിദഗ്ധരല്ലേ ഇത് തന്നിട്ടുള്ളത്? പരിശോധിച്ചിട്ട് അങ്ങനെ റിപ്പോർട്ട് എഴുതിയത്. എന്നിട്ട് ഇതുവരെ അതിനൊരു നടപടി ആയിട്ടില്ല. ഞങ്ങൾ പോകുമ്പോ ഇതാണ് അവർ പറയുന്നത്. ഇതിനെ കുറിച്ച് ഞങ്ങളൊന്ന് പഠിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്. ഇവരുടെ വീട് നമ്മൾ ഇതിന്റെ കൂടെ കറക്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കിട്ടിയ രേഖകളും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതിലെല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവരുടെ വീട് വാസയോഗ്യമല്ല എന്നുള്ളതും അതുപോലെ തന്നെ അതിൽ താമസിക്കാൻ കഴിയില്ല എന്നുള്ളതും. ഇപ്പൊ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? മഴക്കാലം നല്ല മഴ വരുന്ന സമയം നോക്കി ഞങ്ങൾ ബന്ധു വീട്ടിലേക്ക് താമസം മാറ്റും. 1-2 ആഴ്ച നല്ല മഴ മാറണ വരെ അങ്ങനെ അവിടെ നിൽക്കും. ആ സമയത്ത് മക്കളെ പഠിപ്പും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാകുകയാണ്. മഴ മാറിക്കഴിഞ്ഞാലാണ് തിരിച്ചിങ്ങോട്ട് തന്നെ വരിക. അല്ലാതെ ഞങ്ങൾക്ക് വാടകയ്ക്ക് പോയി നിൽക്കാനും മാറി നിൽക്കാനുള്ള സാമ്പത്തികം ഇല്ല. സ്ഥിരമായിട്ട് ഇപ്പോഴും ഒരു താമസിക്കാനൊരു സ്ഥലം ഇല്ല, താമസിക്കാൻ ഒരിട ഇല്ല. മഴക്കാലം വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ്, മക്കൾക്കും പേടിയാണ്. നല്ലൊരു മഴ പെയ്താൽ അപ്പം മക്കൾ പറയും ഇവിടെ നിൽക്കണ്ട, പോവുക എന്നുള്ളത്. അടുത്തൊരു ദുരന്തം കൂടി കണ്ണു മുന്നിൽ പ്രതീക്ഷിച്ചും കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത് ഇപ്പോഴും 5 വർഷമായിട്ട്. ഓരോ മഴക്കാലം ഇത് തന്നെയാണ് അവസ്ഥ. ഓരോ മഴക്കാലത്തും നല്ല മഴ വരികയാണെങ്കിൽ അപ്പോൾ ഇവിടുന്ന് മാറിപ്പോവുകയാണ്.
പിന്നെ മഴ കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്ന് താമസിക്കുകയാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഇപ്പോഴും താമസിക്കാൻ ഒരു സ്ഥലം ഇല്ല എന്നുള്ള രീതിയിൽ, അതായത് സ്ഥലമില്ല. ജീവിക്കുന്ന സ്ഥലം ഏത് സമയത്തും എന്തും സംഭവിക്കാന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത്. ഇവിടെ 10 സെന്റ് സ്ഥലമാണുള്ളത്. അതിൽ പഞ്ചായത്തിന്റെ IAY ലോൺ എടുത്തിട്ടാണ് വീട് വെച്ചിട്ടുള്ളത്. പിന്നെ അത് 10-15 വർഷം കഴിഞ്ഞു ഇപ്പോൾ വീട് വെച്ചിട്ട്. ആ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇനി പിന്നെ വേറൊരു വീട് വെക്കാനുള്ള സാമ്പത്തികം ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വന്ന് താമസിക്കുകയാണ്. നിങ്ങളെ ഭർത്താവ് ഇവിടെ എസ്റ്റേറ്റിൽ, തേയില എസ്റ്റേറ്റിൽ കൂലിപ്പണിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഗവൺമെന്റില് ഞങ്ങൾ സർക്കാരിന്റെ അടുത്ത ഇപ്രാവശ്യത്തെ പുനരധിവാസ ലിസ്റ്റിലെങ്കിലും ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. നിങ്ങളെ പേരെന്താണ്? എൻ്റെ പേര് ആബിദ. 2019 ഉണ്ടായ പുത്തുമല ദുരന്തത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായ 8 സെന്റ് സ്ഥലം നഷ്ടപ്പെട്ടു. വീട് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ച സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൽ വീടൊക്കെ പാസ്സായിട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് സ്ഥലം നഷ്ടമായത്. ഇനിയിപ്പോൾ നമുക്ക് അതേപോലെ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ അതേപോലെ ഒരു സ്ഥലം വാങ്ങാനും നമുക്ക് ഇപ്പോൾ കഴിവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയും പൈസ കഴുത്തിലുള്ള മഹർ വരെ വിറ്റിട്ട് വാങ്ങിയിട്ടുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ അതിന് അതേപോലത്തെ ഒരു സാഹചര്യമില്ല, ജോലിയില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് വാടക കൊടുത്തിട്ട് എസ്റ്റേറ്റിൻ്റെ പാടിയിലാണ് താമസിക്കുന്നത്. ഓരോ മഴ വരുമ്പോഴും ഞങ്ങളോട് അവിടുന്ന് മാറി താമസിക്കാനാണ് പറയുന്നത്. പിന്നെ മാറി താമസിക്കില്ല, നിവൃത്തിയില്ല. അത്രയ്ക്ക് മഴയാണ്. മഴ വന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ കാര്യമായിട്ട് മഴ വന്നാൽ പിന്നെ മക്കൾക്ക് ഉറക്കില്ല. ഇതിന് മുമ്പ് ആ ദുരന്തത്തിൽ പെട്ട ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് മക്കൾക്ക് ഉറക്കില്ല. ദുരന്ത സമയത്ത് വണ്ടി ഓടി ഞങ്ങൾ രക്ഷപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഓരോ മഴ വരുമ്പോഴും മക്കൾ പറയും നമുക്ക് ഇവിടെ നിൽക്കണ്ട. പക്ഷെ എവിടെ പോകും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഗവൺമെന്റിൽ എന്താണ് പറയുന്നത്? ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു 10,000 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ഗവൺമെന്റിൽ സർക്കാരിന്റെ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നുണ്ട്. പിന്നെ അവർ പറയണത് ഇത് കൊടുത്തു കഴിഞ്ഞിരിക്കണല്ലോ, ഇതെന്താ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലേ എന്നാ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ ഈ നടക്കുന്നത്. അതായത് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം അവര് നിങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കാണ്. അപ്പം ഞങ്ങൾ കളക്ടറുടെ ADM-നെ ഞങ്ങൾ കണ്ടപ്പോൾ അവര് പറഞ്ഞത് ഇതൊന്ന് പഠിക്കട്ടെ എന്നാ പറഞ്ഞത്. ഈ 5 വർഷമായിട്ടും പഠിക്കട്ടെ എന്നാണ്. പഠിപ്പ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 5 വർഷം കഴിഞ്ഞു. ഇനി അവർ പഠിക്കട്ടെ എന്നാ പറയണത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു ദുരന്തത്തിലെങ്കിലും ഞങ്ങൾ ആ ഒരു പുനരധിവാസത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. വേറെ വകയില്ല ഞങ്ങൾക്ക്. ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരോ ക്യാമറന്റെ മുമ്പിലും ഞങ്ങൾ ചെല്ലൂല. ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്, ഞങ്ങളോട് അന്വേഷിക്കുന്നുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇതന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങൾ ഈ വരുന്നത്. അല്ലാതെ നമുക്ക് നമ്മളെ കയ്യിൽ ഉണ്ടായും കൊണ്ട് വേറെ ഒരാളുടെ മുമ്പിൽ ഞങ്ങൾ ചെല്ലൂല എന്നുള്ളത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു അവസ്ഥ കണ്ടിട്ടെങ്കിലും ഞങ്ങളൊന്ന് പരിഗണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതാണ് ആബിദയുടെ സ്ഥലം എന്ന് പറയുന്നത്. 8 സെന്റ് സ്ഥലം. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു കൃഷി ചെയ്യാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ വെറും പാറക്കല്ലുകൾ നിറഞ്ഞിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇത്രയും സ്ഥലം എന്ന് പറയുന്നത് പാറക്കല്ലുകൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് അവർക്കൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം വർഷങ്ങളോളം അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്ത് സ്വന്തം താലിമാല പോലും വിറ്റിട്ടാണ് ഈ ഒരു സ്ഥലം അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്ഥലം ഇന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണിത്. 5 വർഷമായിട്ടും ഇവരെയൊന്നും ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല, സഹായം കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് അതിൻ്റെ ഒക്കെ ഗവൺമെന്റിന് മോശം എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള കേസുകളാണ്, ഫേക്ക് അല്ല. അത് ഇനിയെങ്കിലും ഗവൺമെന്റ് മനസ്സിലാക്കുക. ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ല എങ്കിൽ ഇവരെ ആരെങ്കിലും സഹായിക്കാൻ തയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മുൻപന്തിയിലേക്ക് വരണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇവരുടെ സ്ഥലം ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വെറും പാറക്കൂട്ടങ്ങളാണ്. അവിടെ ഒരു വീട് വെക്കാനോ കൃഷി ചെയ്യാനോ ഒന്നിനും തന്നെ കഴിയില്ല. ആ സ്ഥലത്തിന് ഇപ്പോഴും ഇവർ നികുതി അടക്കുന്നുണ്ട്. ഈ രീതിയിൽ കാണുന്ന പാറക്കൂട്ടത്തിന് പോലും നികുതി അടച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ ജീവിക്കുന്നത്. അത് നികുതി അടക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ട്, ഇവരുടെ സ്ഥലമാണെന്ന് സർക്കാരിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. നികുതി അടക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ സ്ഥലം ഇല്ല എന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം ഇവർക്ക് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് സർക്കാർ ഇവരെ എഴുതി തള്ളും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് അവർ ആ സ്ഥലത്തിന് ഇപ്പോഴും നികുതി അടക്കുന്നത്. ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു കൃഷി പോലും അവിടെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അത്രയും പാറക്കൂട്ടങ്ങളാണ് ഇവിടെ വന്ന് അടിഞ്ഞിട്ടുള്ളത്. ദുരന്തത്തിൽപ്പെട്ട് വീട് നഷ്ടപ്പെട്ടവരെ പോലെ തന്നെയാണ് അതിലെ വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിയ ആളുകളും
അവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥലം വാങ്ങിയിട്ടുള്ളത്. ഇവരുടെ തന്നെ അവർ പറയുന്നുണ്ട്, അവരുടെ താലിമാല പോലും വിറ്റിട്ടാണ് അവർ ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. അപ്പൊ എത്രത്തോളം അവർ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു സ്ഥലം വാങ്ങിയത് എന്നുള്ളത് ഗവൺമെന്റും ഉദ്യോഗസ്ഥരും മനസ്സിലാക്കണം. അവർക്ക് ഇനി വിൽക്കാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇത്രയും നാള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ അധ്വാനം മൊത്തം അവർ ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടെ ഗവൺമെന്റ് മനസ്സിലാക്കുക. കാരണം ഇവരും വീട് നഷ്ടപ്പെട്ടവരെ പോലെ തന്നെ അർഹതയുള്ള കുടുംബമാണെന്ന് ഇനിയെങ്കിലും സർക്കാർ മനസ്സിലാക്കിയിട്ട് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. എൻ്റെ പേര് റസീന. 2019 ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടതാണ് 16 സെൻറ്റ് സ്ഥലം. അത് ഉപ്പ ഇഷ്ടദാനം തന്നതായിരുന്നു. ഉപ്പാക്ക് വേറെ സ്ഥലങ്ങളൊന്നുമില്ല, 16 സെൻറ്റ് സ്ഥലം തന്നെ ഉള്ളൂ. അതെനിക്ക് തന്നതാണ്. അപ്പോൾ അതിന് ഉപ്പയും കുറേ നടന്ന് ഞാനും കുറേ നടന്ന്. അപ്പോൾ അവർ പറയണത് പിന്നെ ഞങ്ങൾ വീടൊന്നും വെച്ചിട്ടില്ലല്ലോ, സ്ഥലം മാത്രമല്ലേ ഉള്ളൂ, സ്ഥലം പോയവർക്ക് ഒന്നും കൊടുക്കാനില്ല എന്നാണ് അവർ പറയണത്. പക്ഷേ നമ്മളതിൽ വീട് വെക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ഉരുൾ പൊട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാടകയ്ക്ക് തന്നെയാണ് താമസിക്കണത്. മഴ പെയ്താൽ ഇവിടുന്ന് ബന്ധു വീട്ടിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിച്ചു തന്നെ വരണം. കുട്ടികളാണെങ്കിൽ മഴ പെയ്താൽ ഇവിടെ നിൽക്കില്ല എന്നാണ് പറയണത്. അന്ന് നിങ്ങൾ താമസിച്ചിരുന്നത്? അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചത്. ഇവിടുന്ന് മഴ പെയ്തപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് ഓടിയതാണ്. എന്നിട്ട് പോയിട്ട് മഴ കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന് ഇവിടെ തന്നെ നിന്ന്. വേറെ ആരും ഒന്നും തരുന്നില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സ്ഥലമില്ല, വീടുമില്ല, വാടക തന്നെ. ഇപ്പൊ നിൽക്കുന്നത് വാടക വീട്ടിലാണ്. സർക്കാരിൽ പോയി പറയുമ്പോ ഉദ്യോഗസ്ഥർ എന്താ നിങ്ങളോട് പറയണത് തന്നെ, നിങ്ങള് പിന്നെ സ്ഥലം ഞമ്മക്ക് തരാൻ കഴിയില്ലാന്ന്. സ്ഥലം പിന്നെ വീട് വെച്ചിട്ടില്ലല്ലോ, നിങ്ങൾ സ്ഥലം മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് ഞങ്ങൾക്കൊന്ന് പഠിക്കാണ്ടെന്ന്. ഇവിടെ സർക്കാർ ഇപ്പൊ ഏകദേശം ഏക്കർ കണക്കിന് സ്ഥലം ഇപ്പൊ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പുത്തുമലയിലെ ആളുകൾക്ക് തന്നെ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലിപ്പോ സ്ഥലം സർക്കാരിൽ ബാക്കിയുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? ഉണ്ട്, കാപ്പം ഇവിടെ പൂത്തക്കൊല്ലി സ്ഥലം ഉണ്ട്, ഞങ്ങൾക്ക് തരാനുള്ള സ്ഥലം ഉണ്ട്. അതില് അതായത് ഇവിടെ താമസിച്ചിരുന്ന ആളുകളെ മാറ്റി പാർപ്പിച്ച പുനരധിവാസ ക്യാമ്പിൽ മാറ്റി പാർപ്പിച്ച അതേ സ്ഥലത്ത് തന്നെ 2 ഏക്കർ സ്ഥലം അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് തരാനുള്ള സ്ഥലം ഇപ്പൊ അവിടെ ഉണ്ട്, നിലവിലുണ്ട്. പക്ഷെ അവര് ഞങ്ങൾക്ക് അത് തരാത്തതുകൊണ്ടാണ്. അത് തരാൻ ഇപ്പോഴും സർക്കാർ തയ്യാറാവുന്നില്ല. കാരണം സ്ഥലം നഷ്ടപ്പെട്ട ആളുകൾക്ക്, ഇതുപോലെ സ്ഥലം നഷ്ടപ്പെട്ട ആളുകൾക്ക് ആർക്കെങ്കിലും ഇവിടെ വേറെ കിട്ടിയതായിട്ടുണ്ടോ? ഇല്ലല്ല, ഞങ്ങള് പിന്നെ ഞങ്ങളെ കൂടെ തന്നെ ഇപ്പോ വേറെ ഉണ്ട് ഒരു 5 ആളുകള് ഉണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. അവര് മേപ്പാടി വാടകക്കാണ് താമസിക്കുന്നത്. അവർക്കും ചെറിയ കുട്ടികളുണ്ട്, എവിടെയും പോകാൻ നിവർത്തിയില്ല. പിന്നെ അവരെ പഠിപ്പ് കാര്യം, കുഞ്ഞു മക്കളാണ്. അപ്പൊ അവര് മേപ്പാടിയും താമസിക്കേണ്ടി പോയിട്ട് ഞങ്ങള് ഇവിടെ കാക്കമാർക്ക് എസ്റ്റേറ്റിൽ പണിയായതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പണിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ ദിവസം വരണ്ടേ പണിക്ക്, എസ്റ്റേറ്റില് കൂലിപ്പണിയല്ലേ. അപ്പൊ അത് കാരണം അവര് എവിടെയും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങള് ആ ഒരു കിട്ടുന്ന പൈസയും കൊണ്ട് വാടകക്കും വീട്ടിലത്തെ ചെലവും കൂടി കഴിഞ്ഞ് കൊടുത്തിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പോഴും ഈ എന്താ പറയാ, ഉരുൾപൊട്ടി കഴിഞ്ഞാൽ ഭീഷണിയുള്ള സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ താമസിക്കുന്നത്. നമ്മൾ ഇനിയൊരു ദുരന്തം ഇനി നമ്മൾ മുന്നിൽ കണ്ടിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടിട്ട് മരിച്ചു പോയിട്ട് നമുക്ക് ഈ ഒരു 5 സെൻറ്റ് സ്ഥലം കിട്ടിയിട്ട് കാര്യമല്ല. അപ്പോൾ ഇനിയെങ്കിലും ഞങ്ങൾക്ക് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലെങ്കിലും ഞങ്ങൾ ഈ ഒരു അവസ്ഥ കണ്ടിട്ടെങ്കിലും തരിക. അത്രേ ഇനി ഞങ്ങൾക്ക് പറയാനുള്ളൂ. നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചു പോയിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. മരിച്ചതിന് ശേഷം പിന്നെ നമുക്ക് സ്ഥലം കിട്ടിയിട്ട് കാര്യമല്ല. അപ്പം ചിലപ്പോൾ ഇനിയൊരു ദുരന്തം ഉണ്ടായി ചിലപ്പോൾ ഈ പറയുന്ന ഞാനായിരിക്കും പോവുക, ചിലപ്പോൾ എൻ്റെ മക്കളായിരിക്കും. എന്നിട്ട് നമുക്കൊരു വീട് കിട്ടിയിട്ട് ഒരിക്കലും അതുകൊണ്ട് നമുക്കൊരു ഉപകാരമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളെ മക്കളുണ്ട്, നമ്മളെ ഭർത്താവ് ഒപ്പം ഉണ്ട്. ഈ ഒരു സമയത്തെങ്കിലും നമുക്ക് ഈ നഷ്ടപ്പെട്ടത് മാത്രമേ ചോദിക്കണുള്ളൂ. ചിലപ്പോൾ 8, 10 ആയിരിക്കും പോയിട്ടുണ്ടാവുക. അതിൽ ഞങ്ങളിപ്പോഴും പറയുന്നത് ഒരു 5 സെൻറ്റിലൊരു വീട്, അത് മാത്രമേ ഞങ്ങൾ എവിടെ ആരോടും ചോദിച്ചിട്ടുള്ളൂ. 5 സെന്റ് സ്ഥലം, അതിലൊരു വീട് മാത്രമാണ് നിങ്ങൾ ആവശ്യം എന്ന് പറയുന്നത്. ഞങ്ങളെ ചെയ്ത പോലെ ഇനി മുണ്ടക്കായ്ക്കാരും ചൂരൽമക്കാരും ഇവർ ചെയ്യാൻ പാടില്ല. അതെ, അതായത് ഗവൺമെന്റ് അന്ന് ഒരു എന്താ പറയാ, ഈ CMDRFന്റെ ഫണ്ടിൽ എന്ന് പറയുന്നത് കോടികളാണ് വന്നിട്ടുള്ളത്. അതെല്ലാം എന്ന് പറയുന്നത് ഈ പുനരധിവാസ ക്യാമ്പിന് വേണ്ടിയിട്ട് സാധാരണ ജനങ്ങൾ ഇട്ടുകൊടുത്ത പൈസയായിരുന്നു. അതായത് നിങ്ങളെ പോലെ ഇതിൽ അകപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിന് ജനങ്ങൾ കൊടുത്ത പണമാണ്. ആ പണത്തിൽ നിന്ന് ഈ പാവങ്ങളെ സഹായിക്കാൻ 5 വർഷമായിട്ടും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്രയും വർഷമായിട്ടും അതിന്റെ ഉദ്യോഗസ്ഥർക്ക് അത് പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഇത് താമസയോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ എന്തിനാണ് പിന്നെ ഇവിടേക്ക് അതിന്റെ രേഖകൾ കൊടുത്തിട്ടുള്ളത്? അതിന്റെ രേഖകൾ കൂടെ നമ്മൾ ഇതിൽ ഹാജരാക്കുന്നുണ്ട് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. വേറെ അന്ന് പിന്നെ ഞങ്ങൾക്ക് തരാനുള്ളത് അവരെ കയ്യിലുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അവർ തന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ ചെയ്ത പോലെ ഇനി മുണ്ടക്കൈക്കാരെയും ചൂരൽമലക്കാരെയും ചെയ്യാൻ പാടില്ല. അത് നിങ്ങളെ സ്ഥലം നഷ്ടപ്പെട്ടവരുണ്ട്, ഒരുപാട് ആളുകളുണ്ട് അവിടെ. സ്ഥലം നഷ്ടപ്പെട്ട ആളുകൾ, വീട് നഷ്ടപ്പെട്ട ആളുകൾ,
അവിടെ ഇതിനെക്കാട്ടിലും മരണനിരക്ക് ഒരുപാട് കൂടിയിട്ടുണ്ട്. കാരണം ഒരു നല്ലൊരു ഇത് നാട് കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം എന്നുള്ള രീതിയിലാണ് അവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പം അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം ശ്രദ്ധിക്കാതിരിക്കാൻ ചിലപ്പോൾ ഒരു കാരണം കവളപ്പാറ ഉരുൾപൊട്ടതായിരിക്കാം. പക്ഷെ അവരും മനുഷ്യരാണ്, ഇവരും മനുഷ്യരാണ് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്. ഒരു ജീവൻ പോയാലും 10 ജീവൻ പോയാലും അത് മനുഷ്യരുടെ ജീവനാണ് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കണം. കാരണം ഈ നിൽക്കുന്ന ഇവര് ഒരു പക്ഷെ അടുത്ത മഴക്കാലം ഇവര് അനുഭവിക്കാൻ പോകുന്നത് അടുത്ത ദുരന്ത ഭൂമിയിലെ പേരുകൾ മാത്രമായിരിക്കും, ഒരു ഫോട്ടോ മാത്രമായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭീഷണി നേരിട്ടുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. മഴ വരുമ്പോൾ എത്ര നമുക്ക് മാറിപ്പോകാൻ കഴിയും, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് മാറിപ്പോകാം, എപ്പോൾ ഉരുൾപൊട്ടും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന ചൂരൽമലയിലായാലും കവളപ്പാറയായി കഴിഞ്ഞാലും എപ്പോഴാണ് ഉരുൾപൊട്ടിയത് എന്ന് പോലും അവർക്ക് ആർക്കും നിശ്ചയം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ആയിരിക്കും ഇവരുടെ അവസ്ഥയും വരാൻ പോകുന്നത്. ഉരുൾപൊട്ടി വന്ന് മണ്ണിനടിയിൽ പെട്ടിട്ട് അന്ന് അവർ സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റോ മറ്റുള്ള ആളുകളോ രംഗത്ത് വന്നിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട സഹായങ്ങള്, ജീവിച്ചിരിക്കുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട അവകാശങ്ങള് അത് കിട്ടിയേ തീരുകയുള്ളൂ എന്നാണ് പറയാനുള്ളത്. ഇപ്പൊ നിലവില് ഇവിടെ തന്നെ പുത്തുമല ദുരന്തത്തില് പുനരധിവാസം നടത്തിയ സ്ഥലത്ത് ഏക്കർ കണക്കിന് സ്ഥലം ബാക്കിയുണ്ടെന്ന് ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ഇവർക്ക് ഒരു 5 സെന്റ് അല്ലെങ്കിൽ ഒരു 10 സെന്റ് സ്ഥലമെങ്കിലും ഗവൺമെന്റിന് പതിച്ച് നൽകിക്കൂടാ? അതിൽ ഒരു കൊച്ചു കൂര വെച്ചിട്ടെങ്കിലും ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ജീവനെ ഭയന്നുകൊണ്ട് ഇവർക്ക് താമസിക്കേണ്ട ഒരു ഗതികേട് വരുന്നില്ല. ഇവർ ഇപ്പോഴും താമസിക്കുന്നത് ഇവിടെ പുത്തുമല ഉരുൾപൊട്ടിയതിന്റെ നേരെ താഴത്താണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയാണ്. പുത്തുമലയുടെ മുകളിൽ എന്ന് പറയുന്നത് മണ്ണ് ഇപ്പോഴും കൂടിക്കിടക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുക എന്നൊന്നും നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇതാണ് റസീനാക്ക് ഉപ്പ ഇഷ്ടദാനമായി കൊടുത്ത സ്ഥലം. ഈ സ്ഥലത്തിന് ഇപ്പോഴും ഇവർ നികുതി അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ അതിര് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടാണ് ഇതിന്റെ അതിര് എന്ന് പറയുന്നത്. ഇത്രയും കുണ്ടായിട്ടാണ് കിടക്കുന്നത്. നിരന്ന സ്ഥലമായിരുന്നു, മണ്ണ് വന്ന് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ സ്ഥലം കിടക്കുന്നത്. അതായത് ഒരു കൃഷി ചെയ്യാൻ പോലും യോഗ്യമല്ലാത്ത ഒരു രീതിയിലാണ് ഇവരുടെ സ്ഥലം കിടക്കുന്നത്. ഇവരൊക്കെ അത്രയും അർഹതപ്പെട്ട ആളുകളാണ് എന്നുള്ളത് ഇനിയെങ്കിലും നമ്മളുടെ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിയിട്ട് ഇവർക്ക് വേണ്ട സഹായങ്ങൾ, ഇവർക്ക് എന്താ പറയുക, അവർക്ക് അവകാശപ്പെട്ട സ്ഥലമെങ്കിലും നൽകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇവിടുത്തെ നിയമപാലകരും അതിൻ്റെ ഉദ്യോഗസ്ഥരും ശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇത്രത്തോളം എന്താ പറയുക, ഈ സ്ഥലം ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും ഈ ഒരു സ്ഥലത്ത് എന്നാണ് ചോദിക്കാനുള്ളത്. വീട് നഷ്ടപ്പെട്ടവരെ പോലെ തന്നെ സ്ഥലം നഷ്ടപ്പെട്ടവരും ഇതിൻ്റെ അവകാശികളാണ് എന്നുള്ളത് ഇനിയെങ്കിലും ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പം ഈ ഒരു സ്ഥലം കൂടെ നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഇവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയാണ് എന്ന് മാത്രം പറയുന്നത്. എൻ്റെ ഉപ്പയാണ്. പിന്നെ ഉപ്പ എനിക്ക് ഇഷ്ടദാനം തന്ന സ്ഥലമായിരുന്നു 16 സെൻറ്റ് സ്ഥലം. ബാക്കി കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പം പറയും. എന്താ പറയല്ലോ, നിങ്ങളുടെ പേര്? എൻ്റെ പേര് ഹുസൈന്. നിങ്ങളുടെ പേരിലാണ് സ്ഥലം ഉണ്ടായത്? അപ്പൊ നിലവിൽ നിങ്ങളുടെ പേരിൽ വേറെ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല? ഇവരെ പേരിലും ഇല്ല. അപ്പൊ ഇനിയിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തമായിട്ട് എന്ന് പറയാന് 1/2 സെന്റ് ഭൂമി പോലും നിങ്ങൾക്ക് ഇല്ല. ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു സ്ഥലം മകൾക്ക് ഇഷ്ടദാനം കൊടുത്ത് ഇപ്പൊ മകൾക്കും ഇരിക്കാൻ കൂരയില്ലാത്ത ഒരു അവസ്ഥയിലാണ് മകൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഗവൺമെന്റിനോട് നാട്ടുകാരോടും പറയാനുള്ളത് ഈ ഒരു വിഷയത്തില്? നമ്മൾ പറയാനുള്ളത് എന്ന് വെച്ചാൽ 2019 ഓഗസ്റ്റിൽ ഉരുൾപൊട്ടി. നവംബറിലാണ് നമ്മളൊരു അപേക്ഷ അയച്ചത്, മുഖ്യമന്ത്രിക്ക് ഓൺലൈനായിട്ട് അപേക്ഷ അയച്ച് അത് തിരിച്ച് ഇവിടുന്ന് പോയ കലക്ടർക്ക് വന്ന് കലക്ടർ അത് നേരിട്ട് പിന്നെ വൈത്തിരിക്ക് അയച്ച് വൈത്തിരിയിൽ നിന്ന് വെള്ളാരമല വില്ലേജിൽ പോയി. അവിടെ കഴിച്ചപ്പോൾ നമ്മളവിടെ ചെന്നവരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇതവിടെ കിട്ടിയേക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് തരാനുള്ള യാതൊരു നിയമം ഉണ്ടായില്ല എന്നാണ്. ഓപ്ഷനും ഇല്ല. പിന്നെ ഇപ്പോൾ നമ്മൾ പലർത്താ ചോദിക്കുക. പിന്നെ ഒരു കലക്ടറേറ്റ് വിക്കറ്റ് കഴിഞ്ഞ് പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെയിനായിട്ട് ഓരോ കാര്യങ്ങൾക്ക് പറയുകയാണ്. ഇവരാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊരു പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴോട് നമ്മളോട് പറഞ്ഞു നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പിറ്റേന്ന് അളന്നേരാം. തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് പോയല്ലോ. കാരണം ഇവർക്ക് വോട്ടിന്റെ സമയത്ത് നമ്മൾ ആവശ്യമുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ല. പല സ്ഥലങ്ങളിലും ഇപ്പൊ സംഭവിക്കുന്ന തന്നെയാണ്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പും കൂടെ കഴിഞ്ഞ് ഞാൻ മേപ്പാടി ചെന്ന് അതിപ്പോ ഇനിയിപ്പോ അത് നമുക്ക് അത് അറിയൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പോലോടിപ്പോ നമ്മൾ എന്ത് പറയാൻ ഒരു രക്ഷയില്ല പറയാം. അതായത് ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ട് തേയിലത്തോട്ടത്തിൽ കടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ സ്ഥലം അത് സ്വന്തം മകൾക്ക് ഇഷ്ടദാനമായി കൊടുത്ത് മോള് കൊടുത്തായിരുന്നു. പിന്നെ അത് കിട്ടുമെന്ന് വെച്ചാൽ വിഷയം എന്താ വെച്ചാൽ ഇവര് മൊത്തം കണക്കെടുത്തു പോയത് 2019
അപ്പോൾ ഇവർ പറഞ്ഞ് ഓൽക്കെല്ലാം അടിപൊളി വീടുണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അന്വേഷിക്കണ്ടേ? അതെ അതെ. ഇവിടെ വന്ന് ഇവിടുത്തെ വില്ലേജിൽ അന്വേഷിക്കണം. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം. നിങ്ങളുടെ പേരിലോ മകളുടെ പേരിലോ ഭർത്താവിന്റെ പേരിലോ ഒരു സെന്റ് സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇവര് കോട്ടപ്പാട് വില്ലേജിൽ അന്വേഷിക്കണം. സ്ഥലം ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഈ നഷ്ടപ്പെട്ട നമ്മളാ കണ്ട് ആ പാറയും എല്ലാമായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയ ആ ഉരുൾപൊട്ടൽ നഷ്ടപ്പെട്ട ആ ഒരു സ്ഥലം മാത്രമാണ് നിങ്ങളുടെ പേരിലുള്ളത്. വേറെ ഒരു സ്ഥലങ്ങളും നിങ്ങളുടെ പേരിൽ ഇല്ലതായിട്ടില്ല. അന്വേഷിക്കാം അവർക്ക്. ധൈര്യമായിട്ട് അന്വേഷിക്കാം. അതിന് ഒരു തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് പറയുന്നത്. അതായത് ഇവരുടെ നികുതി അടച്ചതിന്റെ കടലാസ് ഫുള്ളിലുണ്ടല്ലോ. നികുതി ഇപ്പോഴും നിങ്ങൾ അടക്കുന്നതിന്റെ കടലാസ് നികുതി 24 അടച്ചിട്ടുണ്ട്. അതായത് നികുതി അടക്കുന്നത് തന്നെ ആ സ്ഥലം ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നികുതി അടക്കുന്നത്. അതാണ് അവസ്ഥ. ഇവര് പറയുന്നത് ആർക്ക് വേണമെന്നുണ്ട് വെച്ചെങ്കിലും ഈ സ്ഥലം അല്ലെങ്കിൽ ഇവരുടെ പേരിൽ ആരുടെയെങ്കിലും പേരിൽ ഈ 4 വീട്ടുകാരുടെ പേരിൽ ഈ 2 സ്ഥലക്കാരത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ 2 ആളുകളത് എന്ന് പറയുന്നത് ഇവരുടെ സ്ഥലം മൊത്തം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതല്ലാതെ 1 സെന്റ് സ്ഥലം പോലും ഇവരുടെ ആരുടെയും പേരിൽ ഇല്ല എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുക. അത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പരിശോധിക്കുക. കാരണം അത്രയും സത്യസന്ധമായിട്ടാണ് ഇവർ കാര്യങ്ങൾ പറയുന്നത്. അത് ഇന്നത്തെ കാലത്ത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇവരുടെ വീട്ടുപേരും അഡ്രസ്സും കൊടുത്തുകൊണ്ട് ഒരു വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അത് അറിയാൻ കഴിയാവുന്ന വിഷയമാണ്. അപ്പൊ അത് ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ചാൽ അങ്ങനെ ഒരു സ്ഥലം ഇവർക്ക് വാസയോഗ്യമായ സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ 1 രൂപ പോലും ഇവർക്ക് വേണ്ട എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ഇവർക്ക് ഇപ്പോൾ താമസിക്കാൻ ഒരിടം വേണം, അതിനുള്ള സ്ഥലം വേണം, സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് മക്കളെ കൊണ്ട് ജീവിക്കാൻ ഒരു സ്ഥലം വേണം എന്നാണ് ഇവർ പറയുന്നത്. അതിനുള്ള കരുണയെങ്കിലും ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തകരോ നമ്മളുടെ സർക്കാരോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ ഏറ്റെടുത്തുകൊണ്ട് ഇവർക്ക് ഒരു 5 സെന്റ് സ്ഥലമെങ്കിലും നൽകാൻ നിങ്ങളിൽ ആരെങ്കിലും മുൻപോട്ട് വരണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം നമ്മളുടെ നാടുകളിൽ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. ഇവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സ്ഥലം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പ്രിയപ്പെട്ട ബോച്ചയുടെ 1000 ഏക്കറുടെ അടുത്താണ് ഈ സ്ഥലം കിടക്കുന്നത് എന്നുള്ളതും നമുക്കറിയാം. ഇപ്പോ ഈ പറയുന്ന ചൂരൽമല ഉരുൾപൊട്ടലില് വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകൾക്ക് ബോച്ച സ്ഥലം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇവരെ കൂടെ ബോച്ചെ ഉൾപ്പെടുത്തണം എന്ന് കൂടിയാണ് ബോച്ചയോട് എനിക്ക് ഒരു അപേക്ഷയായിട്ട് പറയാനുള്ളത്. കാരണം ഇവരും മനുഷ്യരാണ്. അത് വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ട ഒരു അവസ്ഥ വരികയാണ്. കാരണം ഈ 5 വർഷമായിട്ടും ഇവരെ മനുഷ്യരല്ലാത്ത രീതിയിലാണ് നമ്മളുടെ ഗവൺമെന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെ ജീവിക്കാൻ അവകാശമുള്ള ആളുകളാണ്, നികുതി അടക്കുന്നവരാണ്, ടാക്സ് അടക്കുന്നവരാണ്. അപ്പൊ ഇവർക്കും നമ്മളുടെ ഈ കൊച്ചു കേരളത്തില് വീട് സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട ഇവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ആരെങ്കിലും ഇതിൽ മുന്നോട്ട് വരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ നമ്പറും കാര്യങ്ങളും ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 3 സെന്റോ 5 സെന്റോ 10 സെന്റോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു വീട് വെക്കാനുള്ള സ്ഥലമെങ്കിലും ഇവർക്ക് പതിച്ചു നൽകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.